ഫസ്റ്റ് ടൈം ഡിപ്രഷൻ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന ആ യൂത്ത്, ലേറ്റ് ടീൻസ്, എർലി യൂത്ത്, സ്ത്രീകളിൽ അറ്റ് ദ ടൈം ഓഫ് മെനോപോസ്, എറൗണ്ട് പെരി മെനോപോസൽ ഒരു ഡിപ്രസീവ് എപ്പിസോഡ് ഉണ്ടാകാൻ സാധ്യതയാണ്. ഏജ് നോക്കുകയാണെങ്കിൽ ജെൻഡർ വൈസ് പഠനങ്ങൾ കാണിക്കുന്നത് സ്ത്രീകളിലാണ് കൂടുതൽ ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. ഫൈനാൻഷ്യൽ ഗ്രൂപ്പിൽ ഫൈനാൻഷ്യലി ബാക്ക്വേർഡ് പുറകോട്ട് നിൽക്കുന്ന ആൾക്കാരിലാണ് ഡിപ്രഷൻ്റെ ഇൻസിഡൻറ്റ് കൂടുതൽ. മാര്യേജ് എന്ന് പറയുന്നത് സ്ത്രീകളിൽ ഡിപ്രഷൻ കൂട്ടുന്നു എന്നാണ് ഒരു ജനറൽ. മാര്യേജിന് ശേഷം മെൻ്റൽ ഹെൽത്തിന് നല്ലതാണ് ഒരു നല്ല മാര്യേജ്. വിഷാദ രോഗം വരുമ്പോൾ ഇറ്റ് ക്യാൻ ടേൺ ഇൻ ടു എ റിയൽ ചലഞ്ച്. പേഷ്യൻസിനോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഡിപ്രഷൻ ഡസൻ കിൽ, ഡിപ്രഷൻ അഫക്ട്സ് പെർഫോമൻസ്. നമ്മുടെ പെർഫോമൻസിനെ അത് അഫക്റ്റ് ചെയ്യുന്നു. ബന്ധങ്ങളിൽ പെർഫോമൻസ് ആവശ്യമാണ്. ജീവിതത്തിലെല്ലാം ബന്ധങ്ങളാണ്. നമ്മൾ അതുപോലെ തന്നെ ഇപ്പം വിഷാദരോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ ഏത് വിഭാഗത്തിലാണ് കൂടുതലെന്ന് നമുക്ക് പറയാൻ പറ്റും? അതായത് കുട്ടികളിലാണോ, യൂത്തിലാണോ, അതോ ഇപ്പം അടുത്ത് കല്യാണം കഴിഞ്ഞവരിലാണോ, അതോ പ്രായമായവരിലാണോ? അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് റിസ്ക് ഫാക്ടേഴ്സ് എന്ന കണക്കില്ല, റിസ്ക് ഫാക്ടേഴ്സ് എന്ന അവിടെയാണ് ഒരുപക്ഷെ ഡിപ്രഷൻ, ഫസ്റ്റ് ടൈം ഡിപ്രഷൻ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന ആ യൂത്ത്, ലേറ്റ് ടീൻസ്, എർലി യൂത്ത്, കൗമാരത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ യുവത്വത്തിൻ്റെ ആദ്യത്തെ ഡെക്കേഡ് 20 to 30. അതൊരു റിസ്ക് ഏജ് ഗ്രൂപ്പാണ്. പിന്നെ ഒരു മധ്യവയസ്ക് 40s and 50s, പ്രത്യേകിച്ചും സ്ത്രീകളിൽ അറ്റ് ദ ടൈം ഓഫ് മെനോപോസ്, എറൗണ്ട് പെരി മെനോപോസൽ ഒരു ഡിപ്രസീവ് എപ്പിസോഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാർദ്ധക്യത്തിൽ ഒരു സാധ്യത, ഒരു ഹൈ റിസ്ക് ഉണ്ട്. ഏജ് നോക്കുകയാണെങ്കിൽ ജെൻഡർ വൈസ് പഠനങ്ങൾ കാണിക്കുന്നത് സ്ത്രീകളിലാണ് കൂടുതൽ ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. അതിനേക്ക് ഏകദേശം ഇരട്ടിയോളം ഉണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് ഇപ്പോൾ പല ക്വസ്റ്റ്യൻസും ഉണ്ട്. കാരണം നമ്മൾ മദ്യപാനം, അങ്ങനെയുള്ള ലഹരി വസ്തു ഉപയോഗവും ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുമിച്ച് ചേർക്കുകയാണെങ്കിൽ അത് രണ്ടും ബാലൻസ് ആയിട്ട് വരും. അപ്പം മദ്യപാനികളിൽ അല്ലെങ്കിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആണുങ്ങളിൽ ഡിപ്രഷൻ്റെ അവർ സ്വയം ചികിത്സിക്കുന്നു എന്ന രീതിയിലുള്ളൊരു ഇതായിട്ട് അതിനെ കൂട്ടാം എന്നാണ് മറ്റൊരു ചിന്ത. എന്നാലും മിക്ക പഠനങ്ങളും ടെക്നിക്കലി കാണിക്കുന്നത് ഇരട്ടിയോളമാണെന്നാണ്, റിസ്ക് ഇരട്ടിയാണെന്നാണ്. പാവപ്പെട്ട ഫൈനാൻഷ്യൽ ഗ്രൂപ്പിൽ ഫൈനാൻഷ്യലി ബാക്ക്വേർഡ് പുറകോട്ട് നിൽക്കുന്ന ആൾക്കാരിലാണ് ഡിപ്രഷൻ്റെ ഇൻസിഡൻറ്റ് കൂടുതൽ. അതിന് എഗെയിൻ രണ്ട് തിയറി ഉണ്ട്. ഒന്ന്, ആൾക്കാർ ഡിപ്രസ്ഡ് ആകുമ്പം അവരുടെ ജീവിത നിലവാരം പയ്യെ താഴോട്ട്, ഒരു ജോലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ജനറ്റിക്കലി ഉള്ളത് കൊണ്ട് തലമുറകളായിട്ട് താഴോട്ട്, ജനറേഷണൽ ഡ്രിഫ്റ്റും ഇന്റർ ജനറേഷണൽ തലമുറകൾ തമ്മിലുള്ള ഡ്രിഫ്റ്റ് ഒരു തലമുറയിൽ താഴോട്ട് വരുന്നതും രണ്ടും ഡിപ്രഷൻ അവരെ താഴോട്ട് കൊണ്ടുവരിപ്പിക്കാം. അല്ലെങ്കിൽ ഡിപ്രഷൻ്റെ റിസ്ക് ഉള്ള, വൾണറബിലിറ്റി ഉള്ള ഒരാൾ, നെഗറ്റീവായിട്ട് പണ്ട് മുതലേ ചിന്തിക്കുന്ന ഒരാൾ, റിസ്കുകൾ എടുക്കാത്തത് കൊണ്ട് താഴോട്ട് വരാം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത്. പക്ഷേ സോഷ്യലി താഴ്ന്ന ലെവലിലുള്ളവർക്കാണ് ഡിപ്രഷൻ്റെ ഇൻസിഡൻസ് കൂടുതലെന്ന്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം കുറയുന്നവരിലാണ്, ജോലി ഇല്ലാത്തവരിലാണ് ഡിപ്രഷൻ്റെ റിസ്ക്. ഇതെല്ലാം ഒരു ഫാക്ടറാണ്. ഇതൊരു കാരണമാണോ അതോ ഇതിൻ്റെ ഒരു റിസൾട്ടാണോ എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ കല്യാണം വരുമ്പോഴും മാര്യേജ് എന്ന് പറയുന്നത് സ്ത്രീകളിൽ ഡിപ്രഷൻ കൂട്ടുന്നു എന്നാണ് ഒരു ജനറൽ. മാര്യേജിന് ശേഷം ഡിപ്രഷൻ കൂടാനുള്ള റിസ്ക് ഉണ്ട്. ഒരുപക്ഷെ ആ മാറ്റങ്ങൾ അവർക്കായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അവർ ജീവിച്ച് അവരുടെ സപ്പോർട്ടിങ് സ്ട്രക്ചറിൽ നിന്ന് അവർ മാറിപ്പോകുന്നു, അവർ ജീവിച്ചു വന്ന സാഹചര്യം മാറിപ്പോകുന്നു. അപ്പോൾ ആ സോഷ്യൽ സപ്പോർട്ടൊക്കെ കുറയുന്ന അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷേ ജനറലി ഡിപ്രഷൻ മാര്യേജിന് ശേഷം കൂടുന്നു. പക്ഷേ മാരീഡ് പീപ്പിളിലാണ് ഏറ്റവും കുറവ് ഡിപ്രഷൻ. ഇഫ് യു ലുക്ക് അറ്റ് നെവർ മാരീഡ്, ഡൈവോഴ്സ്ഡ്, മാരീഡ് ആൻഡ് കണ്ടിന്യൂഡ് മാരീഡ് നോക്കുവാണെങ്കിൽ ലീസ്റ്റ് കണ്ടിന്യൂഡ് മാരീഡിലാണ്, പിന്നെ നെവർ മാരീഡിലാണ്. ഡൈവോഴ്സ് പീപ്പിളിലാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ കൂടുതൽ, റിസ്ക് കൂടുതൽ അവർക്കാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഡൈവോഴ്സിലോട്ട് നീങ്ങിയതും എന്നൊക്കെയുണ്ട്. ഒരു ഹെൽത്തി ഇതില്ല. അപ്പം ആ രീതിയിലാണ്. അപ്പം മാരേജ് അസോസിയേറ്റഡ്
പക്ഷേ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ മാരേജ് ഡിപ്രഷൻ്റെ റിസ്ക് കൂടുതലാണ്. പക്ഷേ ഒരു നല്ല മാരേജ് ഈസ് ഓൾവേസ് പ്രൊട്ടക്റ്റീവ് അഗെയിൻസ്റ്റ് ഡിപ്രഷൻ, or in fact against every mental, it's a general mental healthന് നല്ലതാണ് ഒരു നല്ല മാരേജ്. ഓക്കെ. അതുപോലെ തന്നെ വിഷാദരോഗമുള്ള ഒരാൾ ഒരു വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ആ പങ്കാളിക്ക് അതൊരു വലിയ വെല്ലുവിളി ആകുമോ? അത് ഏതൊക്കെ തരത്തിലാണ് പങ്കാളി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വിഷാദരോഗമുള്ള അല്ലെങ്കിൽ തന്നെ അല്ലാതെയും പറയാം, ഒരു രോഗം, അതായത് ഒരു മാരീഡ് കപ്പിളിൽ ഒരാൾക്ക് വിഷാദം വന്നാൽ അതായിരിക്കും കുറെ കൂടെ നമുക്ക് സാധാരണമായത്. ഓക്കെ. അങ്ങനെ വരുമ്പോൾ വിഷാദ രോഗം വരുമ്പോൾ ഇറ്റ് ക്യാൻ ടേൺ ഇൻ ടു എ റിയൽ ചലഞ്ച്. കാരണം ഡിപ്രഷൻ, പേഷ്യൻസിനോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഡിപ്രഷൻ ഡസൻ കിൽ. ഒരു സൂയിസൈഡ്, പിന്നെ മറ്റ് രോഗങ്ങൾ, സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേഷൻ, പിന്നെ മറ്റ് രോഗങ്ങളുടെ തീവ്രത കൂട്ടാം എന്നത് ഒഴിച്ച് ഡയറക്റ്റ്ലി ഡിപ്രഷൻ കൊല്ലുന്ന സൂയിസൈഡ് ഒഴിച്ച് വേറെ ഒന്നുമില്ല. ഓക്കെ. അതേസമയം ഇറ്റ് കിൽസ് റിലേഷൻഷിപ്സ്. ഡിപ്രഷൻ ഈസ് എ റിലേഷൻഷിപ്പ് കില്ലർ. അപ്പം ഡിപ്രസീവ് എപ്പിസോഡ്സ് ഒരു നല്ല ശതമാനം ഡിപ്രസീവ് എപ്പിസോഡ്സ് തന്നെത്താൻ ശരിയാവും. പക്ഷേ കോംപ്ലിക്കേഷൻസ് അറൈസസ് ഇൻ റിലേഷൻഷിപ്സ്. ഈ ബന്ധങ്ങൾ ഞാൻ ആ ജോലിയുടെ കാര്യം പറഞ്ഞ പോലെ it can lead to a firing because you are not performing. Depression affects performance. നമ്മുടെ പെർഫോമൻസിനെ അത് അഫക്റ്റ് ചെയ്യുന്നു. ബന്ധങ്ങളിൽ പെർഫോമൻസ് ആവശ്യമാണ്. ജീവിതത്തിലെല്ലാം ബന്ധങ്ങളാണ്. ഭാര്യാഭർത്തൃ ബന്ധം, സഹോദര ബന്ധങ്ങൾ, കൊളീഗ്സ്, സുപ്പീരിയേഴ്സ്, നമ്മുടെ ജോലി എന്ന് പറയുന്നതും ബന്ധങ്ങളാണ്. അപ്പം ബന്ധങ്ങളിൽ ഇത് നന്നായിട്ട് സ്ട്രെയിൻ വരുത്തും. ഒന്ന്, നമ്മുടെ ലെവലിലുള്ള പെർഫോമൻസ് കുറയാൻ തുടങ്ങും. രോഗിയുടെ ലെവലിലുള്ള പെർഫോമൻസ് ഞാൻ പറഞ്ഞില്ലേ, അറ്റൻഷനും കോൺസെൻട്രേഷനും കുറയുന്നതുകൊണ്ട് the errors increases. They don't do things that they are supposed to do. അവരുടെ ചില ഡ്യൂട്ടികളുണ്ട്. എല്ലാ റിലേഷൻഷിപ്പിലും ഓരോരുത്തർക്കും ഡ്യൂട്ടികളുണ്ട്. ആ ഡ്യൂട്ടികൾ അവർ ചെയ്യുന്നില്ല. അങ്ങനെ അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളുടെ കാരണമായിട്ട് അവർ മറ്റേ ആളെ പഴിചാരാൻ ചെയ്തിരിക്കും. ആ മറ്റേയാൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്, സുപ്പീരിയർ ഹരാസ് ചെയ്തുകൊണ്ടാണ്, കൊളീഗ്സ് വർക്ക് ലോഡ് കൂട്ടിയ കൊണ്ടാണ്, ഭാര്യ ഇറിറ്റേറ്റിംഗ് ആയതുകൊണ്ടാണ് എന്ന രീതിയിൽ മറ്റേയാളെ കുറ്റപ്പെടുത്തുമ്പോൾ, അവരൊന്നും ചെയ്യാതിരിക്കുമ്പോൾ അത് ആ ബന്ധം കൂടുതൽ മോശമാകാനുള്ള സാധ്യതയുണ്ട്. സോ ഇറ്റ് ബിക്കംസ് സ്ട്രെയിനിങ് ഫോർ ദി അതർ പാർട്ട്ണർ. എല്ലാ ബന്ധങ്ങളിലും മറ്റ് ആ രോഗി ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി പാർട്ട്ണർ റിലേഷൻഷിപ്പിൽ ഉള്ള മറ്റേ ആൾ ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, ഒന്ന്. രണ്ടാമത്തേത് അനാവശ്യമായ കുറ്റപ്പെടുത്തലുകൾ, അങ്ങനെയുള്ള ഇത്. അപ്പം അതുകൊണ്ട് ഇറ്റ് ബിക്കംസ് വെരി വെരി സ്ട്രെയിൻഡ്. ഒട്ടുമുക്കാൽ നമ്മൾ ഡൈവോഴ്സുകളും അല്ലെങ്കിൽ സഡൻ റെസിഗ്നേഷൻസും ഒക്കെ, ഞാൻ എപ്പോഴും രോഗികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ രോഗികൾ ഡിപ്രഷൻ എന്ന രീതിയിൽ അവർ ആദ്യം വരുമ്പോൾ അവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇറിവേഴ്സിബിൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് കം ആൻഡ് മീറ്റ് മീ. അത് ഇറിവേഴ്സിബിൾ തീരുമാനങ്ങൾ 3-4 തരത്തിൽ നമുക്ക് പറയാം. ഒന്ന് ഞാൻ പരീക്ഷ എഴുതുന്നില്ല. വിദ്യാർത്ഥി പറയുന്നത് ഞാൻ പരീക്ഷ എഴുതുന്നില്ല, എനിക്ക് കിട്ടാൻ പോകുന്നില്ല, ഞാൻ പോരാ, അതുകൊണ്ട് ഞാൻ പരീക്ഷ എഴുതുന്നില്ല. പുള്ളി പരീക്ഷ എഴുതാതിരിക്കാം, പക്ഷേ നാളെ വിചാരിച്ചാൽ അത് തിരിച്ചു പോയിട്ട് എഴുതാൻ പറ്റത്തില്ല. അതാണ് ഇറിവേഴ്സിബിൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. രണ്ടാമത്തേത് ബന്ധങ്ങൾ. അത് ജോലി റിസൈൻ ചെയ്യുന്നതാകാം, ഒരു ഡൈവോഴ്സിനെ കുറിച്ച് തീരുമാനിക്കുന്നതാകാം. അങ്ങനെ പല കാര്യങ്ങളിലും ഈ ഇറിവേഴ്സിബിൾ തീരുമാനങ്ങൾക്ക് മുമ്പ്, പിന്നെ ഓഫ് കോഴ്സ് അൾട്ടിമേറ്റ് ഇറിവേഴ്സിബിൾ തീരുമാനം മരണം, ആത്മഹത്യ എന്ന്, ഇതിനു മുമ്പ് സൈക്യാട്രിസ്റ്റിനെ ഒന്ന് കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപക്ഷെ മെൻ്റൽ ഒത്തിരി ഡൈവോഴ്സ് കേസുകളിൽ ഇന്നിപ്പോൾ ഒരു 6 മാസം ഒരു കൗൺസിലിംഗ് വേണം എന്നൊരു ലീഗൽ നിർബന്ധമാണ്. പക്ഷേ
ആ സമയം ആകുമ്പോഴത്തേക്കിനും അത് ഭയങ്കരമായിട്ടങ്ങ് അകന്നിരിക്കുമെന്ന് മാത്രമല്ല, ആരെങ്കിലും ഒരാൾ സഹായം തേടാൻ തീരുമാനിച്ച് മരുന്നോ വല്ലതും കഴിക്കാൻ തീരുമാനിച്ചാൽ മറ്റേ പാർട്ടി അത് ഉപയോഗിക്കുമോ എന്നുള്ള പേടി കൊണ്ട് അവർ തേടാതിരിക്കും. ഒരാൾ അത് ആദ്യകാലങ്ങളിൽ തന്നെ ഒരു സഹായം തേടേണ്ടത്. ഇപ്പം എന്താ പറയുന്നത്, ഉദാഹരണത്തിന് എൻ്റെ അടുക്ക് വന്ന ഒരു പേഷ്യൻ്റ് ഉണ്ട്. അവർ ഡൈവോഴ്സിന് വേണ്ടി വന്ന ഇതാണ്. ഭാര്യ വന്നിട്ട് ഒത്തിരി കംപ്ലൈൻറ്റ്, ഭർത്താവിനെതിരെ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, എന്നെ ഹരാസ് ചെയ്യുന്നു, എൻ്റെ ജീവിതം റെസ്പോൺസ്, ഞാൻ ഡിപ്രസ്ഡ് ആവുന്നു, എനിക്ക് ഉറക്കമില്ല എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ നാച്ചുറലി കുറേ കേട്ടിരുന്നു കഴിഞ്ഞിട്ട് ഞാൻ ഭർത്താവിനെ നോക്കി. അപ്പം ഭർത്താവ് പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, എനിക്കറിയില്ല ഞാൻ ഇങ്ങനത്തെ ഒരു ഭർത്താവാണോ അല്ലയോ എന്ന്. ഞാൻ നല്ലതല്ലായിരിക്കാം, നല്ലതായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഞാൻ മാറിയിട്ടില്ല. കഴിഞ്ഞ 15 കൊല്ലവും ഞാൻ ഇതുപോലെയാണ്. അപ്പം മാറിയത് ഭാര്യയാണ്. ആ മാറ്റമാണ് ഡിപ്രഷൻ. അപ്പം മറ്റേ ആളുള്ളത് ട്രീറ്റഡ് ഹെർ ഫോർ ഡിപ്രഷൻ ആൻഡ് ബിക്കേം ഓൾ റൈറ്റ്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ അടുക്കൽ ഒരു ഡിപ്രഷനായിട്ടൊരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വരുമ്പോൾ അവർ പാർട്ട്ണർ, അല്ലെങ്കിൽ ഒരു കുട്ടി വരുമ്പം അച്ഛനമ്മയ്ക്കെതിരായിട്ട്, അല്ലെങ്കിൽ അമ്മ വരുമ്പോൾ കുട്ടിക്കെതിരായിട്ട് ഒത്തിരി കംപ്ലയിൻറ്റ്സ് പറയും. ഞാൻ ഒരു കൗൺസിലിങ്ങും ആ സമയത്ത് ചെയ്യാറില്ല. അപ്പം പലരും ചോദിക്കുക, എൻ്റെ ഡോക്ടറെ ഭർത്താവിനോടൊന്ന് പറയണേ എന്നോട് സ്നേഹത്തിൽ പെരുമാറണമെന്ന്. അപ്പം ഞാൻ പറയും ശരി എന്ന രീതിയിലൊന്ന് ലഘുവായിട്ട് സൂചിപ്പിച്ചിട്ട് വിടത്തേ ഉള്ളൂ. കാരണം മിക്ക സമയത്ത് ഈ കംപ്ലയിൻറ്റ്സ് ഒന്ന് ഡിപ്രഷൻ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കംപ്ലയിൻറ്റ്സ് തന്നെത്താൻ ഡിസപ്പിയർ ആവും, പോകും. അപ്പം അതുകൊണ്ടാണ് കഴിവതും ഇറിവേഴ്സിബിൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു ജോലി, ഞാൻ എല്ലാ ഫോറത്തിലും പറഞ്ഞ കാര്യം, ഒരു ജോലി രാജിവെക്കുന്നതിന് മുമ്പ് നമ്മളൊരു ജോലി പല കാരണങ്ങൾ രാജിവെക്കും. നമ്മൾ പറയും ഓക്കെ മറ്റൊരു ജോലി കിട്ടി എന്നിട്ട് നമ്മൾ ഇറങ്ങുവാണ്. അല്ലാതെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മളൊരു ജോലി രാജിവെച്ചു, അല്ലെങ്കിൽ എനിക്ക് വർക്ക് ലോഡ് കൂടിയ കൊണ്ട് ഞാൻ ജോലി രാജിവെച്ചു എന്ന് വെക്കുന്നതിന് മുമ്പ് ഒരു സൈക്കാട്രി ഹെൽപ്പ് എടുക്കുന്നത് നല്ലതായിരിക്കും. തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാകുന്നു എന്ന് ആദ്യഘട്ടത്തിൽ മനസ്സിലാകുമ്പോഴേ ഒരു സൈക്കാട്രി ഹെൽപ്പ് തേടുന്നത് നല്ലതായിരിക്കും. കാരണം അവരിൽ ഒരാൾക്ക് ചിലപ്പോൾ ഒരു ഡിപ്രഷൻ കാണുമായിരിക്കും. ജോലി രാജിവെക്കുന്ന, പരീക്ഷ എഴുതുന്നില്ല എന്ന് തീരുമാനിക്കുന്ന, കോഴ്സ് മാറാൻ തീരുമാനിക്കുന്ന. ഇന്ന് എൻ്റെ അടുക്ക വന്നു ബിടെക് ചെയ്യുന്ന കുട്ടി, അവന് ബിടെക് വേണ്ട, അവന് ഇനി BCA കമ്പ്യൂട്ടർ സയൻസ് മതി. അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചിന്തിച്ച് വരുമ്പോഴാണ് മനസ്സിലായത് എന്നെക്കൊണ്ടത് പറ്റത്തില്ല. അപ്പോൾ ദെൻ ഡു യു തിങ്ക് യു ക്യാൻ ഡു ദിസ്? അതിനും ഉത്തരവില്ല. അപ്പോൾ ലക്ഷ്യമില്ലാതെ നമ്മളൊരു ഇറിവേഴ്സിബിൾ കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പം ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക്ക് എ ഹെൽപ്പ് ഫ്രം എ സൈക്കാട്രിസ്റ്റ്. അതുപോലെ തന്നെ നമ്മളിപ്പം ഡിപ്രഷന് മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് വിവാഹം കഴിക്കുന്നതിന് മുൻപ് വിവാഹം കഴിക്കാൻ പോകുന്ന ആളോട് വ്യക്തമായി പറയേണ്ടതും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ? അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, അതിൻ്റെതായ നഷ്ടങ്ങളുണ്ട്. അതുകൊണ്ട് അതൊരു ഇൻഡിവിജ്വൽ തീരുമാനം എന്ന രീതിയിൽ കൈകാര്യം ചെയ്യാനേ ഞാൻ ഉപദേശിക്കത്തുള്ളൂ. കാരണം അത് പറഞ്ഞാൽ അതിൻ്റെതായ ഭവിഷ്യത്തുകളുണ്ട്, പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെതായ ഭവിഷ്യത്തുകളുണ്ട്. ഏതാണ് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്കതിനൊരു പ്രത്യേകമായ ഒരു അഡ്വൈസ് എനിക്കില്ല, അല്ലെങ്കിൽ ഒരു തീരുമാനം ഞാൻ പറയാറില്ല. എൻ്റെ അടുക്കൽ രോഗികൾ വന്ന് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഞാൻ പറയും, നിങ്ങളുടെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലതെന്ന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പ്രത്യേകിച്ച് അച്ഛനമ്മമാരാ ചോദിക്കുമെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ മകന് എന്താണ് നല്ലതെന്ന് തോന്നുന്നു അത് നിങ്ങൾ ചെയ്യുക. പിന്നെ വിവാഹം കഴിക്കുന്നത് അത് കഴിച്ച് തീരുന്നൊരു കാര്യമല്ലല്ലോ, അത് കൊല്ലങ്ങളോളം മുമ്പോട്ട് നീങ്ങേണ്ട ഒരു കാര്യമാണ്. എന്താണ് നല്ലത് എന്ന് ചിന്തിച്ച് അതുപോലെ അങ്ങ്
ചെയ്യുക എന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ല, അത് മറച്ചു വെച്ചാൽ അതൊരു കാലത്ത് പിന്നീട് മറ്റൊരാൾ അറിയുമ്പോൾ, കാരണം നമുക്ക് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് കുറേ മിഥ്യാധാരണകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിപ്പോഴും നമുക്ക് അത്രത്തോളം ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ഇപ്പോഴും ആങ്സൈറ്റി, ഡിപ്രഷൻ അല്ലെങ്കിൽ നമ്മളൊരു സൈക്കാട്രിസ്റ്റിനെ ശരിയാണ് പറഞ്ഞത്. അല്ല, നന്നായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. കോവിഡിന് ശേഷം പ്രത്യേകിച്ചും ആ ധാരണകളിലൊരു മാറ്റമുണ്ട്. ഇന്നിപ്പോൾ കുറഞ്ഞ പക്ഷം ഒരു യുവതലമുറ എൻ്റെ ഇടയ്ക്കിൽ ഡിപ്രഷന് ചികിത്സയ്ക്ക് കൊണ്ടുവരുന്നത് അവരുടെ ഫിയാൻസിമാരും അവരുടെ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരും ഒത്തിരി പേര് കൊണ്ടുവരുന്നുണ്ട്. സോ അത് മാറാൻ തുടങ്ങി. പക്ഷേ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം, ഏത് പെൺകുട്ടിയെ കെട്ടണമെന്ന മുതൽ അങ്ങോട്ടുള്ള എന്ത് തീരുമാനങ്ങളും അവരവർ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അക്കാര്യത്തിൽ അച്ഛനമ്മമാരുടെ അഭിപ്രായങ്ങളും കേൾക്കുക, പക്ഷേ തീരുമാനം എപ്പോഴും വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ ആയിരിക്കണം. ഓക്കെ, ഡിപ്രഷന്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? അതിന് തെറാപ്പിയാണോ, മെഡിസിൻ ആണോ, ഏതാണ് ഏറ്റവും ബെറ്ററായി ഡോക്ടർ സജസ്റ്റ് ചെയ്യുക? അങ്ങനെ ബെറ്റർ എന്ന ഒരു കൺസെപ്റ്റിനേക്കാളും കൂടുതൽ എല്ലാം ചേരുന്നതാണ് ഒരു ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, എന്താ പറയുന്നത്, രാവിലെ എഴുന്നേറ്റൊന്ന് നടക്കാൻ പോകുന്ന മുതൽ, അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഇൻക്രീസ് സ്പിരിച്വാലിറ്റി മുതൽ, അല്ലെങ്കിൽ കുറേ കൂടെ നല്ല രീതിയിലുള്ളൊരു ഭക്ഷണം കാണുന്ന മുതൽ, സോഷ്യൽ മീഡിയ കുറയ്ക്കുന്ന മുതൽ, അങ്ങോട്ട് മുകളിലോട്ട് പല കാര്യങ്ങളുണ്ട് വിച്ച് ക്യാൻ ഹെൽപ്പ് എ ഡിപ്രസീവ് പേഴ്സൺ. പക്ഷേ പറഞ്ഞതുപോലെ അവസാനം അതിൻ്റെ മേജർ ട്രീറ്റ്മെൻറ്റ്, മേജർ ഭാഗം, അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗം സൈക്കോതെറാപ്പികളും മരുന്നുകളുമാണ്. കൗൺസിലിംഗ് എന്നൊരു കൺസെപ്റ്റ്, അതിൽ ഡിപ്രഷന് വലിയ റോളില്ല. നമ്മൾ കൗൺസിലിംഗ് എന്ന വാക്കിൽ ഇറ്റ് ഷുഡ് ബി തെറാപ്പി, ദാറ്റ് ഈസ് സൈക്കോളജിക്കൽ മെത്തേഡ്സ്, മാനസികമായ രീതികൾ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്നു. കൗൺസിലിംഗ് എന്ന് സാധാരണ നമ്മൾ വിഭജിക്കുമ്പോൾ നമ്മൾക്കറിവില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ തരുന്നു. അപ്പോൾ ആ അറിവ് വെച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നു. പക്ഷെ മിക്ക ഡിപ്രസീവ് രോഗികൾക്കും ഓൾറെഡി ഇതെല്ലാം അറിയാം. ഓക്കെ, അണ്ടർസ്റ്റുഡ്. കാരണങ്ങളും മരുന്ന് കഴിക്കേണ്ട ആവശ്യമൊക്കെ അറിയാം, പക്ഷെ കഴിക്കാൻ തയ്യാറല്ല. അപ്പോൾ അവിടെ ഒരു കൗൺസിലിംഗ്, അപ്പോൾ ആ രീതിയിൽ ഞാൻ കൗൺസിലിംഗ് നോക്കുവാണെങ്കിൽ ഒരുപക്ഷെ ഹെൽപ്പ് ചെയ്യാവുന്ന മരുന്ന് കഴിക്കാനുള്ള സാധ്യതകൾ കൂട്ടാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു ഡ്രഗ് കൗൺസിലിംഗ്, അങ്ങനെയൊക്കെയുള്ള ഇത് ആയിരിക്കും കുറേ കൂടെ ഹെൽപ്പ്. പക്ഷേ മേജർ 2 കാര്യങ്ങൾ മെഡിസിൻസും സൈക്കോതെറാപ്പിയാണ്. ഏതാണ് ബെറ്റർ എന്ന് പറയുമ്പോൾ മൈൽഡ് ഡിപ്രഷൻ എൻ്റെ കാര്യത്തിൽ മരുന്നുകളും തെറാപ്പികളും ഒരുപോലെ എഫിഷ്യൻ്റാണ്. ഓക്കെ, ഫസ്റ്റ് തിങ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മരുന്നും തെറാപ്പിയും കൂടിയാണ് എല്ലാ പഠനങ്ങളിലും രണ്ടും കൂടെ ചെയ്യുമ്പോഴാണ് ബെസ്റ്റ് റിസൾട്ട് വരുന്നത്. ഇൻഡിവിജ്വലി ഏക്കായാലും കൂടുതൽ കമ്പാരിറ്റീവ് സ്റ്റഡീസ് നോക്കുമ്പോൾ രണ്ടും കൂടെ ചേർത്ത് ചെയ്യുമ്പോഴാണ് ബെസ്റ്റ് റിസൾട്ട്. അത് മാറ്റി വെച്ച് ഇൻഡിവിജ്വലായിട്ട് നോക്കുവാണെങ്കിൽ മൈൽഡ് ഡിപ്രഷനിൽ രണ്ടും ഏകദേശം ഒരുപോലെ ഇഫക്റ്റീവാണ്. സൈക്കോതെറാപ്പിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ള ആ മൈൽഡ് ഡിപ്രഷനിൽ ഒരു ചെറിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അവർക്ക് ഇനി അടുത്ത് വരുന്നൊരു മൈൽഡിനെ കൂടി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിൽ കുറേ കൂടി ഒരു റെസിലിയൻസ് ഉണ്ടാകും. മോഡറേറ്റ് ഡിപ്രഷനിൽ ഡെഫിനറ്റ്ലി മെഡിസിൻസ് ആർ ബെറ്റർ ദാൻ തെറാപ്പി. സിവിയർ ഡിപ്രഷൻ യാതൊരു കാരണവശാലും സൈക്കോതെറാപ്പി മാത്രമായിട്ട് ചെയ്യരുത്. മരുന്നുകൾ തന്നെ അവിടെ വേണം. ഇതിൻ്റെ മുകളിൽ കോടതി വിധികളും ഉണ്ടായിട്ടുള്ളതാണ്. അതായത് മോഡറേറ്റ് ടു സിവിയർ ഡിപ്രഷനിൽ മെഡിക്കേഷൻ ഷുഡ് ബി ഓഫേർഡ്. മെഡിക്കേഷൻ കുറഞ്ഞ പക്ഷേ ഓഫറെങ്കിലും ചെയ്തിരിക്കണം. കഴിക്കണമോ വേണ്ടയോ എന്നുള്ളത് പേഷ്യൻ്റ് ഓട്ടോണമിയാണ്. പക്ഷേ അത് ഓഫർ ചെയ്തിരിക്കണമെന്നത് നിയമം ഇൻ ദ സെൻസ് അതിൻ്റെ കോടതി വിധികൾ പ്രകാരം അതിനുള്ള നിയമമുണ്ട്. സിവിയർ ഡിപ്രഷൻ തീർച്ചയായിട്ടും മരുന്നുകൾ കഴിച്ചിരിക്കണം. ഇപ്പം മെഡിസിൻ എടുക്കണം അത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് കൊണ്ട് തന്നെ ഡോക്ടറോട് ചോദിക്കുകയാണ്, ഈ വിഷാദ രോഗത്തിന്, ഡിപ്രഷന് ചികിത്സ നേടുന്നതിന് പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
തീർച്ചയായിട്ടും. ഞാനിപ്പം കുറേ കൊല്ലങ്ങളായി ഇതിൽ എത്രയോ രോഗികളുണ്ട്. എനിക്കറിയാവുന്ന എനിക്കിപ്പം രണ്ട് പേരിൽ എണ്ണാൻ പറ്റത്തില്ലാത്തത് കൂടുതൽ രോഗികളുടെ കാര്യം എനിക്കറിയാം. വിഷാദത്തിന് ചികിത്സ വേണം എന്ന് പറഞ്ഞ് ഞാൻ മരുന്ന് കൊടുക്കാൻ റെക്കമെൻഡ് ചെയ്തിട്ട് രോഗിയോ അല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കളോ അത് വേണ്ട എന്ന് പറഞ്ഞ് പോയിട്ട് ആത്മഹത്യ ചെയ്തവരുടെ, അതായി പറഞ്ഞ ഒരു 10 പേരിൽ കൂടുതലെങ്കിൽ എനിക്കറിയാം. ഞാൻ അറിയാത്ത എൻ്റെ കയ്യിൽ ചികിത്സ തേടി ചികിത്സ അവസരം വേണ്ട എന്ന് പറഞ്ഞ് പോയ ആൾക്കാർ എത്ര പേരുണ്ട് എനിക്കറിയത്തില്ലാത്തൊരു കൂടുതൽ കാണും. യു അണ്ടർസ്റ്റാൻഡ്? അപ്പം ഒരു പ്രധാന വെല്ലുവിളി സാമൂഹ്യമായ ചിന്തകളെ കുറിച്ചുള്ള മിഥ്യാധാരണകൾ തന്നെയാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇത് അഫക്റ്റ് ചെയ്യുന്ന പെൺകുട്ടികളെയാണ്. യങ് പെൺകുട്ടികൾ, അൺമാരീഡ്. അപ്പം എങ്ങനെ ഇത് നാളെ ഒരു വിവാഹത്തിന് തടസ്സമാകുമോ എന്ന രീതിയിലുള്ള ചിന്തകൾ കൊണ്ട്. അതുപോലെ തന്നെ ഇന്നലെ പോലും ഒരു പേഷ്യൻ്റ് എൻ്റെ ഞാൻ മരുന്ന് കൊടുത്തപ്പം പറഞ്ഞു, ഡോക്ടർ ഇതിനോട് അഡിക്റ്റ് ആവുമോ, ഡോക്ടർ ഇതിന് സൈഡ് ഇഫക്ട്സ് ഉണ്ടോ? അപ്പം പണ്ട് ഇപ്പം ഞാൻ തമാശയായിട്ട് പറയും സൈഡ് ഇഫക്ട്സ്. അതിപ്പം നിങ്ങൾ ഈ മുറിയിലിരുന്ന് എന്നോട് ചോദിക്കുക, ഡോക്ടറെ മുറിയിലിരുന്നാൽ വല്ല സൈഡ് ഇഫക്റ്റ് ഉണ്ടോ എന്ന് ഞാൻ പറയും, കെട്ടിടം ഇടിഞ്ഞ് വീഴാം. ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അണ്ടർസ്റ്റുഡ്? പിന്നെ എന്താണ് നിങ്ങൾക്ക് ചെയ്യാവുന്നത്? ഡോക്ടർ, അയ്യോ എനിക്ക് മരിക്കണ്ട, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറയാം, പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ പോയി ഇരിക്കാം. അപ്പം കെട്ടിടം ഇടിഞ്ഞ് വീണ് നിങ്ങൾ മരിക്കത്തില്ല. പക്ഷേ അവിടെ മഴ പെയ്യും, ന്യൂമോണിയ വരാം, ചൂടടിക്കും, ഹീറ്റ് സ്ട്രോക്ക് വരാം. ഇനി ആരെങ്കിലും വണ്ടിക്കാരൻ ഒരു വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടിച്ച് കാലൊടിയാം. പക്ഷെ കെട്ടിടം ഇടിഞ്ഞ് വീണ് മരിക്കത്തില്ല. അണ്ടർസ്റ്റുഡ്? അപ്പം ഞാൻ അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെ കാണാൻ തുടങ്ങുക. മരുന്ന് കഴിക്കുമ്പം ഒരു സൈഡ് ഇഫക്ട്സ് ഉണ്ട്. മരുന്ന് കഴിച്ചില്ലേലുണ്ടാകുന്ന സൈഡ് ഇഫക്റ്റാണ് നിങ്ങളിപ്പോൾ എൻ്റെ ഒക്കെ കൊണ്ടുവന്ന കംപ്ലയിൻറ്റ്സ്. ഇതിലേതാണ് കൂടുതലെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങൾ തീരുമാനിച്ചു. സൈഡ് ഇഫക്ട്സ് ഇല്ലാത്തൊരു കാര്യം ചെയ്ത് ഞാൻ പറയും, ചോറ് പോലും ഉണ്ടല്ലെന്ന് പറയും. അണ്ടർസ്റ്റുഡ്? ഡയബറ്റിസ്, മറ്റ് കോംപ്ലിക്കേഷൻസ് പലതും ഉണ്ടാകും. ചോറുണ്ടെന്നുണ്ട്, ഇതുകൊണ്ട് നമ്മൾ ഉണ്ണാതിരിക്കുന്നുണ്ടോ? അപ്പം അതുപോലെ തന്നെ ഞാൻ പറയും, ഈ വേണ്ട എന്ന് പറയുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ട മരുന്ന് സത്യമാണ്. ഇപ്പം നിങ്ങളുടെ ബന്ധുക്കാരൻ അച്ഛൻ പറയുന്നു, അയ്യോ മരുന്ന് വേണ്ട മോനെ, അത് എൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന്. പുള്ളിക്ക് ആവശ്യമില്ല, പക്ഷേ രോഗിക്ക് ആവശ്യമുണ്ട്. ആ സൈഡ് ഇഫക്റ്റ് രണ്ട് വശത്തോട്ടും ഒന്ന് നോക്കുന്നതാണ്. ഈ വന്ന രോഗലക്ഷണങ്ങൾ മരുന്ന് കഴിക്കാത്തതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഇപ്പം എൻ്റെ മുറിയിലിരിക്കുന്ന ആൾ പുറത്തിറങ്ങിയാൽ നല്ല മഴയാണ്, നനഞ്ഞ് കുളമോ അതിനേക്കാളും ഭേദം കെട്ടിടിഞ്ഞ് വീഴത്തില്ല എന്ന് വിശ്വസിച്ച് അവിടെ ഇരിക്കുന്നതാണ് അല്ലേ എന്ന രീതി. ഇറ്റ്സ് എ കമ്പാരിറ്റീവ് റിസ്ക്, കമ്പാരിറ്റീവ് സൈഡ് ഇഫക്ട്സ്. അത് കമ്പയർ ചെയ്ത് തീരുമാനിക്കേണ്ട രോഗി തന്നെ അൾട്ടിമേറ്റ്ലി തീരുമാനിക്കേണ്ടി വരും. മറ്റുള്ളവരുടെ അഡ്വൈസ് അത് സ്വന്തം ബന്ധുക്കളുടെ ആണെങ്കിൽ പോലും അല്പം സൂക്ഷിച്ച് തീരുമാനിക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു MD സൈക്യാട്രിസ്റ്റ് പറയുവാണ് മരുന്ന് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾ നിർത്തിക്കോ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ വേറെ എൻജിനീയറോ കമ്പ്യൂട്ടറോ ഞാൻ ചോദിക്കാറുണ്ട്, ഞാൻ തരുന്ന പ്ലാൻ വെച്ച് നിങ്ങളുടെ വീട് പണിയുമോ? ഞാൻ നല്ല സൈക്യാട്രിസ്റ്റാണ്, പക്ഷേ ഞാനൊരു പ്ലാൻ വരച്ചെന്നാൽ അത് വെച്ച് നിങ്ങൾ വീട് പണിയുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട് പണിയിക്കാൻ നിങ്ങൾ എൻ്റെ അഭിപ്രായം കേട്ട് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ചെയ്യുമോ? ഇല്ല, സെൻസിബിളാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിലൊരു പ്രാഗൽഭ്യമുള്ള ഒരാളോട് ചോദിച്ച ശേഷം മാത്രം നിർത്തണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. ആ ഡോക്ടറെ വിശ്വസിക്കുന്നില്ലെങ്കിൽ മറ്റൊരു ഡോക്ടറോട് പോയി ചോദിക്കുക, സൈക്യാട്രിസ്റ്റിനോട് പോയി ചോദിക്കുക. അദ്ദേഹം പറയുവാണോ കഴിക്കണമെങ്കിൽ നിങ്ങൾ കഴിക്കുക. ഇന്നെല്ലാം സ്പെഷ്യലൈസ്ഡ് അല്ലേ, എല്ലാ കാര്യങ്ങളിലും സ്പെഷ്യലൈസ്ഡ് ആകുന്നൊരു സമയത്ത് അങ്ങനെ. അപ്പം ആ സൈഡ് ഇഫക്ട്സ് ആണ് ഒരു അതിനെക്കുറിച്ചുള്ള പേടികൾ, മിഥ്യാധാരണയാണ് 1. 2 ഞാൻ പിന്നെ 3 അഡിക്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ്. ഡോക്ടറെ ഞാൻ അഡിക്റ്റ് ആവുമോ? അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ ചോറിന് അഡിക്റ്റ് അല്ലേ? നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ട്, നിങ്ങൾ ഗുളികയ്ക്ക് അഡിക്റ്റ് ആണോ എന്ന രീതിയിൽ. അപ്പം അഡിക്ഷൻ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പം നിങ്ങൾ ചിന്തിക്കുന്ന എന്നും കഴിക്കുന്ന ഒരു മെഡിസിൻ, ആ രീതിയിൽ നോക്കുവാണെങ്കിൽ ഒരുപക്ഷെ ഒരു എൻഡോക്രൈനോളജിസ്റ്റോ ഒരു കാർഡിയോളജിസ്റ്റോ ആയിരിക്കും ഏറ്റവും അഡിക്ഷൻ മെഡിസിൻ ഇടുന്നത്. ആ മെഡിസിൻ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റത്തില്ലാത്ത മെഡിസിൻ അവരുടേതാണ്. ഒരു സൈക്യാട്രിസ്റ്റ് ഒരു രോഗിയെ ചികിത്സിക്കാൻ തുടങ്ങുമ്പോൾ മരുന്ന് കൊണ്ട് അത് ലൈഫ് ലോങ് ആണെന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകാറില്ല. കാരണം മിക്കവർക്കും അത് നിർത്തും.
മെജോറിറ്റിയിൽ കൂടുതൽ ആൾക്കാർക്ക് ആ മരുന്നില്ലാതെ ജീവിക്കുന്ന ഒരു ദിനം ഉണ്ടാവും. അതാണ് ഞാൻ അടുത്ത ചോദിക്കാൻ വേണ്ടി വന്നത്. അത് ഉണ്ടാകും. അപ്പം പിന്നെ അഡിക്ഷൻ എന്ന് പറയുമ്പം, നമ്മൾ ഈ അഡിക്ഷൻ എന്ന വാക്ക് പറയുമ്പോൾ അതിന് 2-3 ബേസിക് ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ആ കഴിക്കുന്ന സാധനം എന്താണെങ്കിലും, അത് മദ്യമാണെങ്കിലും കഞ്ചാവാണെങ്കിലും MDMA ആണെങ്കിലും, അത് കഴിക്കുന്നത് ഓൺലി ഫോർ പ്ലഷറാണ്. നമുക്ക് സന്തോഷം തരാൻ വേണ്ടി മാത്രം അതിൻ്റെ ആ എയിം അത് മാത്രമേ ഉള്ളൂ. വേറൊരു മെഡിക്കൽ ആവശ്യം അതിന് ഇല്ല. ഓക്കെ, ഒന്നാമത്തെ ഘടകം അതാണ്. രണ്ടാമത്തേത്, സമയം കഴിയും തോറും അതേ സന്തോഷം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. ആദ്യം 1 പെഗിൽ കിട്ടിയിരുന്ന സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മളിപ്പോൾ 5 പെഗ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, ഈ 2 ഘടകങ്ങളും സൈക്യാട്രിക് മെഡിസിനിൽ ബാധകമല്ല. അതുപോലെ അഡിക്ഷൻ അല്ല. ഓക്കെ, ഇതിപ്പം മെഡിസിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെയാണ്, ചിലപ്പോൾ നമ്മൾ ഈ ഡിപ്രഷന് മെഡിസിൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മെഡിസിൻ എടുക്കേണ്ടി വരില്ല, അങ്ങനെ ഒരു ദിവസം വരുമെന്ന് ഡോക്ടർ ഇപ്പം പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവർക്ക് ഡിപ്രഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഉണ്ടല്ലോ. നമുക്കൊരു പനി വന്നു എന്നതുകൊണ്ട് പിന്നെ പനി വരാതിരിക്കണം നിർബന്ധമുണ്ടോ? ഒരു ഹാർട്ട് അറ്റാക്ക് വന്നതുകൊണ്ട് വരാതിരിക്കുന്ന നിർബന്ധമുണ്ടോ? ഇല്ല. ചിലർക്ക് അത് തിരിച്ചു വന്നെന്നിരിക്കും, എല്ലാവർക്കും അല്ല. അങ്ങനെ വരുമ്പം അവർക്ക് മരുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പം വീണ്ടും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതെപ്പോഴും ഒരു കോസ്റ്റ് ബെനിഫിറ്റ് വെച്ചിട്ടാണ്. ഒരാൾക്ക് 20-ാം വയസ്സിൽ ഡിപ്രഷൻ വന്നു, 40-ാം വയസ്സിൽ ഡിപ്രഷൻ വന്നു, 60-ാം വയസ്സിൽ ഡിപ്രഷൻ, ഞാൻ മരുന്ന് നിർത്തും, പിന്നെയും നിർത്തും. കാരണം ഈ 20 കൊല്ലം വരെ മരുന്ന് കഴിപ്പിട്ട് കാര്യമില്ല. പക്ഷെ ഒരാൾക്ക് എല്ലാ കൊല്ലവും വരുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആ മെഡിസിൻ അങ്ങ് എടുക്കാൻ സജസ്റ്റ് ചെയ്തെന്നിരിക്കും. അണ്ടർസ്റ്റുഡ്? റിക്കറൻറ്റ് ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്നതിന് റിക്കറൻറ്റ് ഡിപ്രസീവ്, പിന്നെയും ഡിപ്രഷൻ വന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ഒരു സംശയമുള്ളത്, ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, മൂന്നാമത്തെ ഒരു സംശയമുള്ളത് ഇത് കിഡ്നിക്ക് തകരാറാവോ എന്നുള്ളൊരു ഭയങ്കര കോമൺ ആണ്. ചിലപ്പോൾ അതൊരു കോമഡിയായി മാറും. എൻ്റെ ഇടയ്ക്കിൽ ഒരു കള്ള് കുടിച്ച് ലിവർ ട്രാൻസ്പ്ലാന്റ് റെക്കമെൻഡ് ചെയ്ത് വന്ന് കിടന്നൊരു പേഷ്യൻ്റാണ്. അപ്പം പുള്ളിക്ക് ഇച്ചിരി മൂഡ് ഡിസോർഡർ ഉണ്ട്. എമർജൻസിയിൽ അഡ്മിറ്റായി. എമർജൻസി വന്നപ്പോൾ ഞാൻ കണ്ടുവച്ചപ്പം മൂഡ് ഡിസോർഡർ നന്നായിട്ടുണ്ട്, ചികിത്സിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ മരുന്ന് എഴുതി. അപ്പം പുള്ളി പറഞ്ഞു, അയ്യോ ഡോക്ടറെ ഞാനത് കഴിക്കത്തില്ല, ലിവറിന് ഭയങ്കര കേടുണ്ടാക്കും, ലിവറിന് മോശമാണ്. ഞാൻ പറഞ്ഞു ശരിയാണ്, ആൽക്കഹോൾ വളരെ നല്ലതാണ് എന്നാണ്. അല്ലാതെ ഞാൻ എന്ത് പറയും അത്? ഓക്കെ, സോ അങ്ങനെ ഒരു കാര്യം. പിന്നെ കിഡ്നിക്ക് അലിയിക്കുന്നു എന്നുള്ള രീതിയിലുള്ളത്, അത് ഒരു മരുന്നുണ്ട്, ലിഥിയം എന്നൊരു ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. അത് വളരെയധികം കാലം 20-25 കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലരിൽ, എല്ലാവരിലും അല്ല, ചിലരിൽ ഒരു റീനൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. അതാണ് ഈ കിഡ്നി അലിയിച്ച് കളയുക എന്നുള്ളതിൻ്റെ തുടക്കം, എന്ന കഥയുടെ തുടക്കം. അത് ഒരു മരുന്നിൽ ഒത്തിരി കൊല്ലം ഉപയോഗിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഉണ്ടാകാവുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് എല്ലാവരും മരുന്നിനെ ഒരുപക്ഷെ ഞാൻ പറയാറുണ്ട്, ഞാൻ കൊടുക്കുന്നൊരു സാധാരണ മരുന്ന് എല്ലാ ദിവസവും ഒരു പാരസെറ്റമോൾ കഴിക്കുമ്പം ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളൊക്കെ തന്നെ അതിനേക്കാളും കൂടുതലുണ്ടാക്കുന്ന മരുന്നുകൾ കുറവാണ്. പ്രത്യേകിച്ചും സൈക്യാട്രിക് മെഡിസിൻസ് ആർ കമ്പാരിറ്റീവ്ലി സേഫർ. കാരണം എന്താണെന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പിന് കൊടുക്കുന്ന മരുന്നുകളാണിത്. അപ്പോൾ അവരാദ്യം ഉപയോഗിക്കാൻ പോകുന്നത് ഈ മരുന്നുകൾ തന്നെയായിരിക്കും ഒരു ആത്മഹത്യാ രീതിയായിട്ട്. കമ്പയർഡ് ടു അതർ മെഡിസിൻസ്, സൈക്യാട്രി മെഡിസിൻസ് ആർ മച്ച് സേഫർ എന്നുള്ളതാണ് അതിൻ്റെ ശരിക്കും. സൈഡ് എഫക്ട്സ് എല്ലാ മരുന്നുകൾക്കും. അതുപോലെ തന്നെ പറഞ്ഞു കേൾക്കുന്നതാണ്, വണ്ണം വെക്കും ഇത്തരത്തിലുള്ള മെഡിസിൻസ് എടുത്താൽ എന്നൊരിത് നമ്മുടെ കൂട്ടത്തിൽ കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഞാൻ തമാശയായിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്, ഞാൻ 80 കിലോ ഉണ്ടായിരുന്നപ്പം മരുന്ന് എഴുതി ഒരാൾക്ക്. പുള്ളിക്കാരി വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ 55 കിലോയിൽ നിന്ന് 57 കിലോ ആയി. ഞാൻ പറഞ്ഞു 80 കിലോയിൽ നിന്ന്
ഞാൻ 86 കിലോ ആയി, അത് മരുന്ന് എഴുതിയ കൊണ്ടായിരിക്കും എന്ന്. കഴിച്ചുകൊണ്ടല്ല, ഈ മരുന്ന് എഴുതുന്ന ഡോക്ടർക്കും ചിലപ്പം വണ്ണം വെക്കുമായിരിക്കും എന്ന് തമാശ രൂപേണ പറയാറുണ്ട്. ഏത് മരുന്നുകൾക്കും ഒരു 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 ഇതുണ്ടെങ്കിൽ ഒരു പ്രായം കഴിയുമ്പം, ഒരു 10-25 വയസ്സ് കഴിഞ്ഞാൽ വണ്ണം വെക്കുക, ആവശ്യത്തിന് ഭക്ഷണവും വലിയ അല്ലലുകളും ഇല്ലെങ്കിൽ എല്ലാവർക്കും വണ്ണം വെക്കും. അതുകൊണ്ടാണ് 24 ഡിഗ്രി ഫോട്ടോകളിലെ ഗ്രൂപ്പ് ഫോട്ടോയും 25ാം റീയൂണിയൻ്റെ ഫോട്ടോയും തമ്മിൽ നല്ല, അവരാരും സൈക്യാട്രി മരുന്ന് കഴിക്കുക എന്നതിൻ്റെ അകത്ത് കുറവായിരിക്കുമല്ലോ, എന്നിട്ടും അവരൊക്കെ വണ്ണം വെക്കുന്നുണ്ട്. അപ്പം വണ്ണം വെക്കുക എന്ന് പറയുന്നത് സമയത്തിൻ്റെ ഒരു കാര്യമാണ്, ജനിതക ഘടകങ്ങളുടെ കാര്യമാണ്, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഇതൊക്കെയുണ്ട്. എങ്കിലും യെസ്, മെഡിസിൻസ് ഇത് തലച്ചോറിൽ പ്രവർത്തിക്കുന്ന മരുന്നുകളാണ്. അതിൽ ചില മരുന്നുകൾ ചിലരിൽ ചിലപ്പോൾ വണ്ണം കൂട്ടാനുള്ള ഒരു പ്രവണത ഉണ്ടാക്കിയേക്കാം. പ്രത്യേകിച്ചും ഒലൻസെപ്പിൻ, ലിഥിയം എന്നൊക്കെ പറയുന്ന ചില മരുന്നുകൾ കൂടും. ബാക്കിയുള്ളവരിൽ ഒലൻസെപ്പിൻ കഴിച്ചിട്ട് വണ്ണം കുറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞത് എല്ലാവരിലും അല്ല, ജനിതക ഘടകങ്ങൾ അനുസരിച്ച് ചിലരിൽ അത് ചില മരുന്നുകൾ കൂട്ടിയേക്കാം. അതൊരു ജനറൽ ഇതല്ല. ഓക്കെ. പിന്നെ സൈക്യാട്രി രോഗികളിൽ ഒന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി കുറയും, അതുകൊണ്ട് തന്നെ വണ്ണം വെക്കും. ഓക്കെ. ഇപ്പം ഭാര്യയോട് പറയുന്ന സാധാരണ റീസണാണ് വണ്ണം വെക്കുന്നതിന്. എന്നോട് ഞാൻ പറയാം, ഈ മരുന്ന് എഴുതുന്നത് കൊണ്ടാണ് എനിക്ക് വണ്ണം വെക്കുന്നത്, ഒരു രക്ഷയില്ല കുറയ്ക്കാൻ.